ഹലോ, ഷന പുത്തങ്കോട്ട് ഹിയർ. നമ്മുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെ പാർട്ട് 2 ക്ലാസ്സസ് ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ വേരിയബിളുകൾ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. പാർട്ട് 1 നമ്മൾ വേരിയബിളിൻ്റെ ഡെഫിനിഷൻ വരെയാണ് പറഞ്ഞത്. സോ now we are going to deal with the types of variables. അതായത് പല ടൈപ്പ് ഓഫ് വേരിയബിൾസ് നമുക്ക് റിസർച്ചിൽ യൂസ് ചെയ്യും. അപ്പോൾ അതിൽ ഏതൊക്കെ ടൈപ്സ് ആണുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്ന ആ വേർഡിൽ തന്നെയുണ്ട് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവാം. ഓക്കെ, പ്രൊമോഷൻ അഫക്ട്സ് എംപ്ലോയീസ് മോട്ടിവേഷൻ. അതായത് ഒരു എംപ്ലോയിയുടെ മോട്ടിവേഷൻ, ഒരു എംപ്ലോയി മോട്ടിവേറ്റഡ് ആവുന്നത് പ്രൊമോഷൻ അനുസരിച്ചാണ്. അതായത് നമുക്ക് പ്രൊമോഷൻ കിട്ടുവാണെങ്കിൽ എംപ്ലോയി നന്നായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ എംപ്ലോയി എത്രത്തോളം മോട്ടിവേറ്റഡ് ആവുന്നു എന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്? പ്രൊമോഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. അതായത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. കാരണം എന്താണ്? അത് പ്രൊമോഷനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. അതായത് പ്രൊമോഷൻ കിട്ടുമോ എന്നതിനനുസരിച്ചിട്ടാണ് എംപ്ലോയി മോട്ടിവേറ്റഡ് ആവുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. അത് ക്ലിയർ ആണല്ലോ. ഇനി അവിടെ നിന്ന് തന്നെ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും കണ്ടുപിടിക്കാം. അതായത് പ്രൊമോഷൻ എന്താണ്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. അത് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നില്ല. അതേസമയം മോട്ടിവേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? പ്രൊമോഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്നാൽ പ്രൊമോഷൻ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്ന, അതായത് വേരിയബിൾ അഫക്റ്റഡ് ബൈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനാൽ അഫക്റ്റ് ചെയ്യപ്പെട്ട് കിടക്കുന്ന വേരിയബിളിനെയാണ് ഡിപ്പെൻഡൻറ്റ് എന്ന് പറയാം. സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ എന്തിനെയോ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ റിസൾട്ട് ഇരിക്കുന്നത്. അങ്ങനെയുള്ള വേരിയബിളിനെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയും. ഇനി അത് എപ്പോഴും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ റെസ്പോൺസ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ കണ്ടോ, പ്രൊമോഷൻ എന്ന് പറയുന്നതിൻ്റെ റെസ്പോൺസ് ആണ് എന്ത്? എംപ്ലോയീസ് മോട്ടിവേഷൻ. അപ്പോൾ എംപ്ലോയീസ് മോട്ടിവേഷൻ എന്തിൻ്റെ റെസ്പോൺസാണ്? പ്രൊമോഷൻ്റെ റെസ്പോൺസാണ് അല്ലേ? പ്രൊമോഷൻ കിട്ടുമ്പോൾ അതിന് റെസ്പോൺസായിട്ട് എന്ത് വരും? എംപ്ലോയി മോട്ടിവേറ്റഡ് ആവും. അപ്പോൾ എപ്പോഴും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ റെസ്പോൺസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി അതെപ്പോഴും ഇഫക്റ്റ് ആയിരിക്കും തരിക. അപ്പോൾ നമ്മൾ ഏത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ എടുത്ത് നോക്കിയാലും അതൊരു ഇഫക്റ്റ് ആയിരിക്കും. കണ്ടോ, പ്രൊമോഷൻ്റെ ഇഫക്റ്റാണ് എന്ത്? മോട്ടിവേഷൻ അല്ലേ? എംപ്ലോയിയുടെ മോട്ടിവേഷൻ എന്തിൻ്റെ ഇഫക്റ്റാണ്? പ്രൊമോഷൻ്റെ ഇഫക്റ്റാണ്. അപ്പോൾ പ്രൊമോഷൻ കിട്ടിയപ്പോൾ അതിൻ്റെ ഇഫക്റ്റായിട്ടാണ് എന്തുണ്ടായത്? എംപ്ലോയി മോട്ടിവേറ്റഡ് ആയത്. അപ്പോൾ എപ്പോഴും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ആ ഒരു സെൻറ്റൻസിൻ്റെ ഇഫക്റ്റായിരിക്കും, ആ സെൻറ്റൻസിൽ വരുന്ന ഇഫക്റ്റായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമ്മളിത് ഹൈപ്പോത്തിസിസ് മേക്ക് ചെയ്യുമ്പോഴാണ്, ഇപ്പോൾ ഈ പറഞ്ഞേക്കുന്ന പ്രൊമോഷൻ അഫക്ട്സ് എംപ്ലോയീസ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹൈപ്പോത്തിസിസ് ആണ്. നമുക്കൊരു റിസർച്ചിൻ്റെ ഹൈപ്പോത്തിസിസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് ഈ പ്രൊമോഷൻ അഫക്ട്സ് എംപ്ലോയീസ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു റിസർച്ച് തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നൊരു സെൻറ്റൻസ് ഉണ്ടല്ലോ, ആ സെൻറ്റൻസിനെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. ആ ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡുകളെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുക. ഇനി അതിൽ തന്നെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഉണ്ടെന്നാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പം ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇഫക്റ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്തായിരിക്കും? ആ ഇഫക്റ്റിൻ്റെ കോസ് ആയിരിക്കും അല്ലേ? ഇപ്പോൾ ഇവിടെ എംപ്ലോയീസ് മോട്ടിവേഷൻ്റെ കാരണം എന്താണ്? പ്രൊമോഷനാണ്. അപ്പം ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഇഫക്റ്റും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് കോസുമായിരിക്കും. അത് ക്ലിയർ ആണോ? ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. അപ്പോൾ ഈ രണ്ട് വേരിയബിളാണ് നമ്മൾ ബേസിക് ആയിട്ട് ആദ്യം പഠിക്കേണ്ടത്, അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് എക്സ്ട്രീനിയസ് വേരിയബിൾ. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് പഠിച്ചു, ഇൻഡിപെൻഡൻറ്റ് പഠിച്ചു. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് വേരിയബിൾ ആണ് എക്സ്ട്രീനിയസ്. അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. മെനി ഫാക്ടേഴ്സ് ദാറ്റ് മേ അഫക്റ്റ് ദ ഔട്ട്കംസ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻ. അതായത് ചില റിയൽ ലൈഫ് സിറ്റുവേഷൻസ് നമ്മുടെ മറ്റുള്ള വേരിയബിളിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നാണ്. അതായത് ഇപ്പോൾ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് ഞാൻ തുടക്കത്തിൽ അല്ലേ പാർട്ട് 1 നമ്മൾ അങ്ങനെ ഒരു ഹൈപ്പോത്തിസിസ് മേക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്മോക്കിംഗ് എന്തായിരിക്കും?
ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ക്യാൻസർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും അല്ലേ. ക്യാൻസർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? സ്മോക്കിങ്ങിന്. അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന ഡിപ്പെൻഡൻറ്റും സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റും ആണ്. ഇനി ഈ സ്മോക്കിംഗ് കോസസ് ക്യാൻസറിൽ നമ്മൾ ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും മനസ്സിലാക്കി. ഇനി ഇതിനകത്തൊരു എക്സ്ട്രീനിയസ് വേരിയബിൾ നമുക്ക് ആഡ് ചെയ്യാം. എന്താണ്? ഏജ്, ജെൻഡർ, ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇത് മാറില്ലേ? അതായത് സ്മോക്ക് ചെയ്യുന്ന എല്ലാവർക്കും ക്യാൻസർ വരണം എന്നില്ല, എല്ലാവർക്കും ഒരേ തരത്തിലല്ല ക്യാൻസർ വരിക. ഇപ്പോൾ ഏജിനനുസരിച്ച്, ഇപ്പോൾ ഒത്തിരി ഏജ് ഉള്ള ഒരാൾക്ക് റിസ്ക് ഫാക്ടർ കൂടുതലായിരിക്കും. അപ്പോൾ ഏജ്, അതുപോലെ തന്നെ ജെൻഡർ, ഇതൊക്കെ എന്താണ്? എക്സ്ട്രീനിയസ് വേരിയബിൾ ആണ്. അതായത് മറ്റ് ഫാക്ടേഴ്സാണ്. അതായത് ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എങ്ങനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ കുറച്ച് റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ അതെങ്ങനെയാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന്, അത് എത്രത്തോളം അത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എങ്ങനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിലേക്ക് എത്തിക്കാൻ കാരണമാകുന്ന മറ്റ് കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്മോക്കിങ്ങും ക്യാൻസറും, അത് ഒന്ന് ഇൻഡിപെൻഡൻറ്റും ഒന്ന് ഡിപ്പെൻഡൻറ്റും ആണ്. അതിനകത്ത് ഏജ്, ജെൻഡർ, ഇതൊക്കെ മാറുന്നതിനനുസരിച്ച് ഈ ക്യാൻസറിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും അല്ലേ, കൂടെ കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന ഫാക്ടറിനെയാണ് നമ്മൾ എക്സ്ട്രീനിയസ് വേരിയബിൾ എന്ന് പറയാം. ഓക്കെ. ഇനി ഇഫ് എൻ എക്സ്ട്രീനിയസ് വേരിയബിൾ അഫക്ട്സ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ദെൻ ഇറ്റ് ബിക്കംസ് എ കൺഫൗണ്ടിങ് വേരിയബിൾ. അതായത് ഈ എല്ലാ എക്സ്ട്രീനിയസ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ബാധിക്കണമെന്നില്ല. അതായത് അതവിടെ ഉണ്ടാവും. ഇപ്പം ഏജ്, ഈ പറയുന്ന ജെൻഡർ, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അത് അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതെന്താണ്? എക്സ്ട്രീനിയസ് വേരിയബിൾ ആയിട്ട് തന്നെ അവിടെ നിൽക്കും. ഇനി അത് അഫക്റ്റ് ചെയ്യുവാണെങ്കിലോ അത് കൺഫൗണ്ടിങ് വേരിയബിൾ ആവും. വ്യത്യാസം മനസ്സിലായോ? അതായത് ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ 2 വേരിയബിൾ എടുക്കുമ്പോൾ അതിൽ ഇൻഹറൻ്റ് ആയിട്ടുള്ള ചില വേരിയബിളാണ്. അതായത് ഇപ്പോൾ രണ്ട് ഡേറ്റ നമ്മൾ എടുക്കുന്നു, ഒരു സ്ത്രീയുടെയും ഒരു പുരുഷൻ്റെയും. 2 പേര് സ്മോക്ക് ചെയ്യുന്നവരാണ്, ക്യാൻസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ സ്മോക്ക് ചെയ്യുന്നവരാണ് 2 പേരും, ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ ഏജ്, ജെൻഡർ, അതൊക്കെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി അങ്ങനെ അവരുടെ ഏജും ജെൻഡറും ഒക്കെ എന്താണ്? എക്സ്ട്രീനിയസ് വേരിയബിൾ ആണ്. ഇനി അത് അവരുടെ ക്യാൻസർ റേറ്റിനെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന് എക്സ്ട്രീനിയസ് വേരിയബിൾ എന്നല്ല പറയുക, അതിന് നമ്മൾ കൺഫൗണ്ടിങ് വേരിയബിൾ എന്നാണ് പറയുക. അതായത് എക്സ്ട്രീനിയസ് വേരിയബിൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനെ കൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് വിളിക്കും. അപ്പോൾ എക്സ്ട്രീനിയസ് വേരിയബിൾ എപ്പോഴാണ് കൺഫൗണ്ടിങ് വേരിയബിൾ ആവുന്നത്? ചേഞ്ച് ഉണ്ടാക്കുമ്പോഴാണ് കൺഫൗണ്ടിങ് വേരിയബിൾ ആവുന്നത്. അതല്ലാതെ ഇപ്പോൾ ഏജ് ഉണ്ട്, പക്ഷേ ഏജ് പ്രത്യേകിച്ച് അതിൽ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ലെങ്കിൽ നമ്മളത് എക്സ്ട്രീനിയസ് വേരിയബിൾ ആയിട്ട് തന്നെ നിൽക്കും. പക്ഷേ ആ ഏജോ ജെൻഡറോ ഈ പറയുന്ന ഏതെങ്കിലും എക്സ്ട്രീനിയസ് വേരിയബിൾ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ കൺഫൗണ്ടിങ് എന്ന് വിളിക്കും. ക്ലിയർ ആണോ? ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഇനി മീഡിയേറ്റിംഗ് വേരിയബിൾ ഓർ ഇൻ്റർവീനിങ് വേരിയബിൾ. മീഡിയേറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നതാണ് അല്ലേ. എ വേരിയബിൾ ദാറ്റ് ഹാസ് നോ ഡയറക്റ്റ് ഇമ്പാക്റ്റ് അല്ലേ. മീഡിയേറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? നേരിട്ട്, അതായത് നമ്മൾ ഒരു പ്രശ്നത്തിൽ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പാടുണ്ടോ? നമ്മൾ നിഷ്പക്ഷമായിട്ട് നിൽക്കണം അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് മീഡിയേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നതിന് എന്തുണ്ടാവില്ല? ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാവില്ല ഓൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. എന്തുകൊണ്ടാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് എന്താ പറയാത്തത്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ചേഞ്ച് ഒന്നും ഇല്ലാത്ത വേരിയബിൾ അല്ലേ. അത് പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ഇല്ലാത്ത വേരിയബിൾ. ചേഞ്ച് ഉണ്ടാവുന്നത് എവിടെയാണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞത്. നമ്മൾ നേരത്തെ എക്സ്ട്രീനിയസ് വേരിയബിൾ പറഞ്ഞപ്പോഴും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിന് ചേഞ്ച് ഉണ്ടാക്കുന്നില്ലെങ്കിൽ അത് എക്സ്ട്രീനിയസും, ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൺഫൗണ്ടിങ് എന്ന് പറഞ്ഞു. അപ്പോഴും നമ്മളവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ് പറഞ്ഞത്. കാരണം ചേഞ്ച് ഉണ്ടാവുന്നത് എവിടെ മാത്രമാണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ മാത്രമാണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കുന്ന ആളല്ലേ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ? ഇല്ല. അതുകൂടെ മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ മീഡിയേറ്റിംഗ് വേരിയബിൾ അല്ലെങ്കിൽ ഇൻ്റർവീനിങ് വേരിയബിൾ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ പുറത്ത് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഇല്ലാത്തതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏജ് ഓഫ് എംപ്ലോയി അഫക്ട്സ് സാലറി. ഏജ്, ഒരു എംപ്ലോയിയുടെ ഏജ് സാലറീനെ അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഏജ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റും സാലറി എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റുമാണ്. ഇനി ഇതിനകത്തുനിന്ന് നമുക്കൊരു മീഡിയേറ്റിംഗ് വേരിയബിൾ എടുക്കുകയാണെങ്കിൽ അത് എന്ത് പറയാം? എക്സ്പീരിയൻസ്. ഇവിടെ
നമുക്കത് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അവർക്ക് എന്താണ് കൂടുതൽ സാലറി കൊടുക്കും അല്ലേ. അപ്പോൾ അത് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. പക്ഷെ അതെന്താണ്, അതിന് ഇടനിലക്കാരനായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. നേരിട്ട് നമ്മളിപ്പോൾ ഇവിടെ പറയുമ്പോൾ ഏജും സാലറിയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇടനിലക്കാരനായിട്ട് നിൽക്കുന്ന ആരാണ്? എക്സ്പീരിയൻസ് ആണ് അല്ലേ. ഏജ് കൂടുന്തോറും എക്സ്പീരിയൻസ് കൂടും. അങ്ങനെ ആകുമ്പോൾ എക്സ്പീരിയൻസ് കൂടുന്തോറും എന്ത് കൂടും? സാലറി കൂടും. അപ്പോൾ ഇവിടെ അതെന്താണ്, ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ലെങ്കിലും അതൊരു മീഡിയേറ്റിംഗ് അല്ലെങ്കിൽ ഇൻ്റർവീനിങ് വേരിയബിൾ ആണ്. ഓക്കെ, ഇനി അടുത്തത് മോഡറേറ്റർ വേരിയബിൾ ആണ്. മോഡറേറ്റർ വേരിയബിൾ is a qualitative and quantitative variable that affects the direction or strength of the relationship between an independent and a dependent variable. അപ്പോൾ നമ്മൾ എന്താണ് ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ സെൻറ്റൻസിൽ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ക്വാളിറ്റേറ്റീവ്? ക്വാളിറ്റീനെ പറയുന്നതാണ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് നമ്പറിൻ്റെ രൂപത്തിൽ പറയാൻ പറ്റാത്തതെല്ലാം ക്വാളിറ്റേറ്റീവാണ്. ഇപ്പം നല്ല സ്വഭാവം അല്ലേ, നല്ല ഭംഗിയുള്ള സ്ഥലം, ഇതൊക്കെ എന്താണ്? ക്വാളിറ്റേറ്റീവാണ്. അതേ സമയത്ത് നമ്മൾ 1 കിലോ അരി 2 കിലോമീറ്റർ ദൂരം എന്ന് പറയുമ്പോൾ അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ നമ്പറിൻ്റെ രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നതിനെ ക്വാണ്ടിറ്റേറ്റീവ് എന്നും, വേർഡ്സിൻ്റെ രൂപത്തിൽ പറയുന്നത്, അതായത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത നമ്പറുകളുടെ രൂപത്തിൽ മെഷർ ചെയ്യാൻ പറ്റാത്തതിനെ നമ്മൾ ക്വാളിറ്റേറ്റീവ് എന്നും പറയും. ഓക്കെ, അപ്പം ഈ മോഡറേറ്റർ വേരിയബിൾ എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവോ ക്വാണ്ടിറ്റേറ്റീവോ ആകാമെന്നാണ് പറയുന്നത്. ഇനി അത് എന്താണ് ചെയ്യുന്നത്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഡയറക്ഷനെ, അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നത് അല്ലേ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഇഫക്റ്റാണ് എന്ത്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഡയറക്ഷനെയോ സ്ട്രെങ്ത്തിനെയോ അഫക്റ്റ് ചെയ്യുന്ന വേരിയബിൾ. അതായത് ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നു. അത് എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ എന്നുള്ള വേരിയബിളാണ് എന്ത്? മോഡറേറ്റർ വേരിയബിൾ. എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഹൗ സ്കിൽ അഫക്റ്റ് സാലറി. ഇവിടെ സ്കില്ല് എങ്ങനെയാണ് സാലറി അഫക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ അവിടുത്തെ മോഡറേറ്റർ വേരിയബിൾ എന്താണ്? എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ഒരു മോഡറേറ്റർ വേരിയബിൾ ആണ്. അതായത് സ്കില്ല് എങ്ങനെയാണ് സാലറീനെ ബാധിക്കുന്നത്? അതായത് സ്കില്ല് കൂടുതൽ ഉണ്ടാവുക എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ കൂടുതൽ ഉണ്ടാവും തോറും സ്കില്ല് കൂടുതലുണ്ടാവും അല്ലേ. സ്കില്ല് കൂടുന്തോറും സാലറി കിട്ടും. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? അതിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ സ്ട്രെങ്ത് കൂട്ടും. എഡ്യൂക്കേഷൻ കൂടുതൽ കിട്ടും തോറും സ്കില്ല് കൂടുതലാവും, സ്കില്ല് കൂടുന്തോറും സാലറി കൂടുതലാവും. അപ്പോൾ നമ്മളിവിടെ വിചാരിക്കും ഏജും എക്സ്പീരിയൻസും അത് ഏകദേശം അതുപോലെ തന്നെ അല്ലേ എന്ന്. അത് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്തതാണ്, അതായത് ഇടനിലക്കാരനായിട്ട് നിൽക്കുന്നതാണ്. ഇവിടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇടനിലക്കാരനല്ല. എഡ്യൂക്കേഷൻ കൂടുന്തോറും സ്കില്ല് കൂടും, സ്കില്ല് കൂടുന്തോറും സാലറി കൂടും. മറ്റേത് ഏജ് കൂടുന്തോറും എക്സ്പീരിയൻസ് കൂടും, എക്സ്പീരിയൻസ് കൂടുന്തോറും സാലറി കൂടും. അപ്പോൾ അത് നടുക്കാ വന്നത് നമ്മുടെ മീഡിയേറ്റിംഗ് വേരിയബിൾ. മോഡറേറ്റർ വേരിയബിളോ? മോഡറേറ്റർ വേരിയബിൾ എന്താണ്? ആദ്യത്തിലാണ് വന്നത് അല്ലേ. എഡ്യൂക്കേഷൻ കൂടുന്തോറും സ്കില്ല് കൂടും, സ്കില്ല് കൂടുന്തോറും സാലറി കൂടും. അപ്പോൾ എഡ്യൂക്കേഷൻ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം സ്കില്ലുണ്ടായിരിക്കും, അത്രത്തോളം സാലറി കൂടും. അപ്പോൾ ഈ സ്കില്ലും സാലറിയും തമ്മിലുള്ള ബന്ധത്തിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് എന്താണ്? എഡ്യൂക്കേഷനാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് കോൺസ്റ്റൻറ്റ് വേരിയബിൾ. ഈ കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ വേരിയബിൾ എന്ന് പറയുമ്പോൾ വേരി ചെയ്യുന്നതാണ്, കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ വേരി ചെയ്യാത്തത്. അപ്പോൾ തന്നെ അതൊരു ഓക്സിമറൺ ആണ്. എന്താ ഓക്സിമറൺ? രണ്ട് ഓപ്പോസിറ്റ് ഐഡിയ ഒരുമിച്ച് ചേർത്ത് വെക്കുന്നതിനാണ് ഓക്സിമറൺ എന്ന് പറയുക. അതായത് ഇപ്പം ദയാവധം, വധം ഒരിക്കലും ദയയോടെ ചെയ്യുന്നൊരു കാര്യമല്ല അല്ലേ. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐഡിയകളെ ചേർത്ത് വെക്കുന്നതിനെയാണ് ഓക്സിമറൺ എന്ന് പറയാം. അപ്പോൾ ഇംഗ്ലീഷിൽ നെറ്റ് എഴുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്സിമറൺ എന്നുള്ള വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ വേരിയബിൾ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നതാണ്. പിന്നെ എന്താ അതിനിടയ്ക്ക് ഒരു കോൺസ്റ്റൻറ്റ് വെച്ചേക്കുന്നത്? ചില സമയത്ത് നമുക്ക് വേരിയബിളുകളെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാണ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ടെമ്പറേച്ചർ ഫിക്സ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. നമ്മുടെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യേണ്ടി വരും? ഫിക്സ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുന്ന വേരിയബിളിനെയാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് വേരിയബിൾ എന്ന് പറയാം. വേരിയബിൾസ് നോട്ട് അലൗഡ് ടു ബി ചേഞ്ച്ഡ് അൺപ്രഡിക്റ്റബിളി ഡ്യൂറിങ് ആൻ എക്സ്പെരിമെൻറ്റ്. ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ ഏതെങ്കിലും വേരിയബിളിൻ്റെ നമ്മൾ ചേഞ്ച് ചെയ്യാതെ
നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ അതിന് ചേഞ്ച് ഒന്നും വരുത്താതെ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് വേരിയബിൾ എന്ന് പറയാം. ഇഫ് യു ആർ എക്സാമിനിങ് ഹൗ ഇലക്ട്രിസിറ്റി അഫക്ട്സ് എക്സ്പെരിമെൻ്റൽ സബ്ജക്റ്റ് യു ഷുഡ് കീപ് ദ വോൾട്ടേജ് കോൺസ്റ്റൻറ്റ്. അതായത് ചില സമയം ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് ഒരു സബ്ജക്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കണം. വോൾട്ടേജ് മാറുമ്പോൾ ഇലക്ട്രിസിറ്റി മാറ്റം വരില്ലേ അല്ലേ? V=IR അല്ലേ? അതായത് വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കറണ്ട് ഫിക്സ്ഡ് ആക്കി വെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വോൾട്ടേജ് ഫിക്സ്ഡ് ആക്കി വെക്കണം. അപ്പോൾ അതുപോലെ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എല്ലാത്തിൻ്റെയും ടെമ്പറേച്ചർ ഒരേപോലെ ആക്കിയാലാണ് ചിലപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ചില സമയത്ത് വേറെ എന്തെങ്കിലും ഒരു പാരാമീറ്റർ ചിലപ്പോൾ നമുക്ക് ഫിക്സ്ഡ് ആക്കി വെക്കേണ്ടി വരും കറക്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് പ്രത്യേകിച്ച് സയൻസിലാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യുക. ഇപ്പോൾ ഒരേ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നതിൻ്റെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആ വേരിയബിളിനെ, അതായത് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ വേരിയബിളിനെ അങ്ങ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. അതിനെയാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് വേരിയബിൾ എന്ന് പറയുക. അപ്പോൾ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും വേരിയബിളിനെ ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ആ ഫിക്സ് ചെയ്ത് വെക്കുന്ന വേരിയബിളിനെയാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് വേരിയബിൾ എന്ന് പറയാം. ക്ലിയർ ആണോ? ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. നെക്സ്റ്റ് ഈസ് ഡിസ്ക്രീറ്റ് വേരിയബിൾ. ഓക്കെ, എന്താണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ? ചില വേരിയബിളിനെ നമുക്ക് ഹോൾ യൂണിറ്റിൽ മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ജെൻഡർ, ഫീമെയിൽ, മെയിൽ, ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇനി സിബ്ലിങ്സ്, 1 2 3 അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. 1.5 2.5 3.5 ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒറ്റ യൂണിറ്റിൽ എത്ര ആളുണ്ട്? 1 എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഹോൾ യൂണിറ്റിൽ മാത്രം മെഷർ ചെയ്യാൻ പറ്റുന്ന വേരിയബിളിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ജെൻഡറും സിബ്ലിങ്സും ഒക്കെ ഡിസ്ക്രീറ്റ് ആണ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ജെൻഡറിൻ്റെ കേസൊക്കെ വരുമ്പോൾ അതിവിടെ മിക്സ് ചെയ്യേണ്ട. ജെൻഡർ എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും ഒറ്റ ജെൻഡറാണ് നമ്മൾ പറയുക. ഓക്കെ, ഈതർ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. ട്രാൻസ്ജെൻഡർ ആണെങ്കിലും അതൊരു ജെൻഡറായിട്ടൊരു കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കണ്ടിന്യൂസ് വേരിയബിൾ. കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ വാല്യൂ വരുന്നതാണ്. അതായത് പോയിൻ്റ് ഒക്കെ ഇട്ട് വരുന്ന 1/2, 3/4, 1.2 ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഏതൊക്കെ നമുക്ക് മെഷർ ചെയ്യാം? ഹൈറ്റ്, വെയിറ്റ്, ടൈം, ഇതൊക്കെ നമുക്ക് എന്തിൽ പറയാൻ പറ്റുന്നതാണ്? കണ്ടിന്യൂസ് വേരിയബിളിൽ പറയാൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് ഹാഫും 3/4 ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ് ഡിസ്ക്രീറ്റ് കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റ് എന്താണ്? ഹോൾ യൂണിറ്റിൽ മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. സിബ്ലിങ്സിനെ നമുക്ക് 1.5 2.5 എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അതാണ് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾ. നെക്സ്റ്റ് ഈസ് ബൈനറി ഓർ ഡൈക്കോട്ടമസ് വേരിയബിൾ. ബൈനറി അല്ലെങ്കിൽ ഡൈ എന്നൊക്കെ പറയുമ്പോൾ 2 എന്നുള്ളൊരു അർത്ഥം അവിടെ വരുന്നുണ്ട്. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വിച്ച് ഒക്കർ ഇൻ 2 പോസിബിൾ സ്റ്റേറ്റ്. ഈ 2 സ്റ്റേറ്റിൽ മാത്രം, ഇതിലേതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കും അത് എക്സിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇംപ്രൂവ്ഡ്, നോട്ട് ഇംപ്രൂവ്ഡ്, കംപ്ലീറ്റഡ്, ഫെയിൽഡ്, യെസ്, നോ, ഇങ്ങനെ 2 പോസിബിൾ സിറ്റുവേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ ആ വേരിയബിളിന്. അതിനെയാണ് നമ്മൾ ഡൈക്കോട്ടമസ് അല്ലെങ്കിൽ ബൈനറി വേരിയബിൾ എന്ന് പറയാം. അപ്പോൾ ഒരു മെഡിസിൻ്റെ റിസൾട്ടിനെ പറ്റിയിട്ട്, ഇപ്പോൾ നമ്മളൊരു മെഡിസിൻ കണ്ടുപിടിച്ചു, ആ മെഡിസിൻ എത്രത്തോളം ഇഫക്റ്റീവ് ആണ് എന്നതിനെ പറ്റിയിട്ട് ഒരു റിസർച്ച് നടത്തുവാണ്. അപ്പോൾ നമ്മുടെ വേരിയബിൾ എന്തായിരിക്കും? ഡൈക്കോട്ടമസ് ആയിരിക്കും. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ ഇല്ലയോ? അപ്പോൾ ഒന്നില്ലെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, പകുതി എന്നുള്ള അവസ്ഥ വരില്ലല്ലോ. അപ്പോൾ അതെന്തായിരിക്കും? യെസ് അല്ലെങ്കിൽ നോ, 2 പോസിബിൾ സിറ്റുവേഷനേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ബൈനറി അല്ലെങ്കിൽ ഡൈക്കോട്ടമസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഈസ് കാറ്റഗോറിക്കൽ ഓർ നോമിനൽ വേരിയബിൾ. അതായത് ഇതെന്ന് പറയുന്നത് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പം കുറേ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഒരു സ്വിഗ്ഗിയിൽ ഒരു ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ നമുക്ക് അവരിങ്ങനെ എന്താണ് നമ്മുടെ റെസ്പോൺസ് അല്ലേ, ഹൗ വാസ് ദ ഡെലിവറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർ അല്ലേ, നമ്മുടെ ഫീഡ്ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർ ഉണ്ടാവും. ഗുഡ്, എന്താണ് വെരി ഗുഡ്, ഔട്ട്സ്റ്റാൻഡിങ്, ഇങ്ങനെയൊക്കെ. അപ്പോൾ അതിനകത്ത് അത് നോമിനൽ വേരിയബിൾ ആണ്. 2 പോസിബിൾ അല്ല, യെസ് നോ മാത്രമല്ലല്ലോ നമുക്ക് കിട്ടുന്നത്. ഇപ്പം നേരത്തെ കണ്ട ബൈനറി അല്ലെങ്കിൽ ഡൈക്കോട്ടമസ് വേരിയബിൾ ആണെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ മാത്രമേ ഉണ്ടാവുള്ളൂ. 2ൽ കൂടുതൽ കാറ്റഗറി വരുന്നതാണ് നോമിനൽ അല്ലെങ്കിൽ കാറ്റഗോറിക്കൽ. ഇനി നോമിനലിൻ്റെ പ്രത്യേകത കൂടി ഉണ്ട്, നമുക്ക് നെയിം ചെയ്യാൻ പറ്റുന്നതാണ്. ഓർഡർ ആക്കാൻ പറ്റില്ല, വെറുതെ നെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മെരീറ്റൽ സ്റ്റേറ്റസ്, ഒരാളുടെ മെരീറ്റൽ സ്റ്റേറ്റസ് ചോദിക്കുകയാണെങ്കിൽ മാരീഡ് പറയാം, സിംഗിൾ പറയാം, ഡിവോഴ്സ്ഡ് പറയാം, വിഡോഡ് പറയാം, ഇങ്ങനെ കുറേ അധികം കാറ്റഗറി പറയാം അല്ലേ. പിന്നെ അതുപോലെ തന്നെ ജെൻഡർ പറയുകയാണെങ്കിൽ എന്താണ്? സെവറൽ പോസിബിൾ കാറ്റഗറി പറയാം. മെയിൽ പറയാം, ഫീമെയിൽ പറയാം, എന്താണ് ട്രാൻസ് വുമൺ പറയാം, ട്രാൻസ് മെന്ന് പറയാം, ഇങ്ങനെ ഒത്തിരി
കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, 2 പോസിബിൾ സിറ്റുവേഷൻ മാത്രമല്ല ഉണ്ടാവുക, ഒത്തിരി കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, കാറ്റഗോറിക്കൽ അല്ലെങ്കിൽ നോമിനൽ വേരിയബിൾ എന്ന് പറയാം. നെക്സ്റ്റ് ഈസ് എക്സോജിനസ് വേരിയബിൾ. എക്സോജിനസ് വേരിയബിൾ എന്ന് പറയുന്നത് വേരിയബിൾ എൻറ്ററിങ് ഫ്രം ആൻഡ് ഡിറ്റർമൈൻ ഫ്രം ഔട്ട്സൈഡ് ഓഫ് ദ സിസ്റ്റം ബീങ് സ്റ്റഡീഡ്. അതായത് നമ്മൾ ഒരു പഠിക്കുന്ന ആ സർക്കംസ്റ്റൻസിലല്ല, പുറത്തുനിന്ന് വരുന്ന, എക്സോ എന്ന് പറയുമ്പോൾ തന്നെ പുറത്തുനിന്നുള്ളത് എന്നുള്ളൊരു അർത്ഥമുണ്ട് അല്ലേ. ഇൻഡോ എന്നൊക്കെ പറയുമ്പോൾ അകത്തു നിന്നും, എക്സോ എന്ന് പറയുമ്പോൾ എൻഡോ എന്ന് പറയുന്ന അകത്തും എക്സോ എന്ന് പറയുന്ന പുറത്തുമാണ്. ഇൻഡോ അല്ല എൻഡോ ആണ്. എൻഡോ അകത്തും എക്സോ എന്ന് പറയുന്ന പുറത്തുമാണ്. അപ്പോൾ നമ്മൾ പഠനം നടത്തുന്ന ആ ഒരു മേഖലയുടെ പുറത്തുനിന്ന് വരുന്ന വേരിയബിളാണ്. അതായത് ആ പുറത്തുള്ള വേരിയബിൾ നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഇൻ്റർവീനിങ്ങും ഇതൊക്കെ എന്താണ്, നമ്മൾ പഠനം നടത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. നമ്മൾ പഠനം നടത്തുന്ന മേഖലയുടെ പുറത്തുനിന്ന് വരുന്ന ചില വേരിയബിൾ, എന്നാൽ അത് നമ്മുടെ റിസർച്ചിനെ അഫക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള വേരിയബിളിനെയാണ് നമ്മൾ എക്സോജിനസ് വേരിയബിൾ എന്ന് പറയുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കൺസിഡർ ദാറ്റ് യു ആർ മോഡലിംഗ് ഓഫ് ഫാംസ് കോൺ പ്രൊഡക്ഷൻ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് ക്രോപ്പ് ഈറ്റിംഗ് പെസ്റ്റ് ആൻഡ് വെതർ വുഡ് ബി എക്സോജിനസ് വേരിയബിൾ. അതായത് നമ്മൾ കോണിനെ പറ്റി പഠിക്കുകയാണ്. അപ്പോൾ അവിടെ എക്സോജിനസ് വേരിയബിൾ ആവുന്ന എന്താണ്, ഈ കോണിനെ നശിപ്പിക്കുന്ന പെസ്റ്റുകൾ, അതുപോലെ തന്നെ വെതർ, ഇതൊക്കെ എന്താണ്, നമ്മുടെ പഠനത്തിൻ്റെ പുറത്തുള്ളതാണ് അല്ലേ. എന്നാൽ ഇത് കോണിനെ എഫക്റ്റ് ചെയ്യുന്നതുമാണ്. നമ്മുടെ പഠനം നടത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പെടുന്ന കാര്യമല്ല. നമ്മളിപ്പോൾ കോണിൻ്റെ ഇഫക്റ്റിവിറ്റി അല്ലെങ്കിൽ ഇന്ന ഫെർട്ടിലൈസർ യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം കോൺ പ്രൊഡക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ പഠിക്കുവാണ്. അപ്പോൾ ഈ കോൺ പ്രൊഡക്ഷനും ഈ ഫെർട്ടിലൈസറും തമ്മിലുള്ള പഠനം നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഈ പറയുന്ന വെതറും അതുപോലെ തന്നെ ഈ പെസ്റ്റ് എന്ന് പറയുന്നത് പ്രാണികളാണല്ലേ, ഈ കോണിനെ കഴിക്കുന്ന പ്രാണികൾ. അപ്പം ഇത് രണ്ടും എന്താണ്, അതിനെ ബാധിക്കും അല്ലേ, അതിൻ്റെ ഈൽഡിനെ ബാധിക്കും, അതിൻ്റെ വിളവിനെ ബാധിക്കും. പക്ഷെ നമ്മൾ പഠനം നടത്തുന്നത് എന്താണ്, ഈ ഫെർട്ടിലൈസർ എത്രത്തോളം ഈ കോണിൻ്റെ ഈൽഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ പഠനത്തിൻ്റെ മേഖലയിൽ വരാത്ത 2 കാര്യങ്ങളാണ് എന്ത്, വെതറും അതുപോലെ തന്നെ ഈ പെസ്റ്റും. പക്ഷെ എന്നാൽ അത് ഇതിനെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള വേരിയബിളിനെയാണ് നമ്മൾ എക്സോജിനസ് വേരിയബിൾ എന്ന് പറയുക. അപ്പോൾ ഇത്രയും പറഞ്ഞ ഈ വേരിയബിളുകളൊക്കെ കൂടുതലും നമ്മളൊരു സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന വേരിയബിളുകളൊക്കെ വരിക എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തത് ഹൈപ്പോത്തിസിസ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് പറയാം. ഇപ്പോൾ വേരിയബിളിൻ്റെ പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഓക്കെ, സോ വിൽ മീറ്റ് വിത്ത് ദ 3rd പാർട്ട് ഓഫ് ദ വീഡിയോ. ഓക്കെ, സോ സീ യു ദെൻ. താങ്ക് യു.